അർജുൻ തന്നെ പേരിടും. ലോറിയോടുമല്ല തന്നത്, അദ്ദേഹത്തിന് കൂടെ വന്ന കുറച്ച് ആൾക്കാരാണ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല. സത്യത്തിൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടുതരുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ അർജുന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചവരാണ്. അപ്പോൾ അർജുന്റെ മൃതദേഹവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും ആ ഒരു ആശ്വാസവും ആ ഒരു സങ്കടവും എല്ലാം കഴിഞ്ഞ് ആ ഒരു എന്താ പറയാ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അർജുന്റെ ഫാമിലി എല്ലാവരും ഇരുന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒരിക്കലും ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അർജുന്റെ മൃതദേഹം കിട്ടി ദഹിപ്പിച്ചിട്ട് ഇപ്പോ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ കൃഷ്ണപ്രിയ അടക്കം ഇവരെല്ലാവരും ഇങ്ങനെ വന്നിരുന്നിട്ട് മനാഫിനെതിരെ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പൊ കുറച്ചു മുൻപ് വരുന്ന വാർത്ത അനുസരിച്ചിട്ട് മനാഫിനും മാൽപ്പയ്ക്കും എതിരെയൊക്കെ കേസ് അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്രയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇവർക്ക് പറയാൻ പറ്റുന്നത് എന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കമന്റ് ബോക്സിലാണെങ്കിലും പലരും എന്റെ ഇതേ കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. കാരണം അത്ര ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, എന്നിട്ടും ഇവരെങ്ങനെയാണ് ഇവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അത്രത്തോളം അവര് എന്താ പറയാ അർജുന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കത് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. അപ്പൊ ഇവരെല്ലാവരും മനാഫിനെതിരെ കുറെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതിന് മനാഫിന്റെ ഉത്തരവുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവര് ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറിയോടുമല്ല തന്നത്, അദ്ദേഹത്തിന് കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പൊ കൃഷ്ണപ്രിയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല് കൃഷ്ണപ്രിയക്ക് അവിടെ വന്നിട്ട് മനാഫിന്റെ കൂടെയുള്ള കുറച്ച് പേര് ഈ കൃഷ്ണപ്രിയക്ക് എന്താണ് പൈസ കൊടുക്കുകയും അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷമാണ് ഇങ്ങനെ വീഡിയോ എടുത്ത കാര്യം അവർ അറിയുന്നതെന്നും പറയുന്നുണ്ട്. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് അർജുനേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോൾ അത് അർജുനേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാല് മനസ്സിലാവുന്നത് ഇത് ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാ. ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നത് അപ്പം പണിക്ക് പോയി വന്നതാ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നത്. ഇവര് പറയുന്നത് അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ചത് മനാഫ് ആണെന്നും പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ മനാഫ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഓൾറെഡി ഇവരെല്ലാം സെറ്റാക്കി ഓക്കെ ആക്കി വെച്ചൊരു വണ്ടി ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതാണ് അവരുടെ വേറൊരു ആരോപണം എന്ന് പറയുന്നത്. ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ആ ഒരു പൈസയുടെ കാര്യമായിരുന്നു. പൈസ തന്നത് വീഡിയോ എടുത്തു, ഇവർ അറിഞ്ഞില്ല, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്താണ് ഇവരെ കണ്ടത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ബൈക്കിന്റെ കാര്യം കൂടി പറയുന്നു. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രേ ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും.
അപ്പൊ ഇവര് പറയുന്ന കാര്യം മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങളും പറയുന്നതെന്നും ഇവരുടെ എന്താ പറയാ വൈകാരികപരമായിട്ടുള്ള തലങ്ങളിലേക്കൊന്നും നോക്കാതെ ഇവരെ എന്തൊക്കെയോ വിളിച്ച് പറയാണെന്നുള്ള രീതിയിലാണ് ഇവര് ആരോപണം ഉന്നയിക്കുന്നത്. ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഇവര് കൃത്യമായിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അമ്മയുടെ വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു, അല്ല മെസ്സേജ് അയച്ചു, ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കും, അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ്. അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ അന്ന് തന്നെ അവിടുന്ന് അറിയാം നമുക്ക്. പിന്നെ ഈശ്വർ മാൽപ്പെ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താ വെച്ചാൽ അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല ഇത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചു. നോക്ക് എത്ര മ്ലേച്ഛപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്ന് നോക്കൂ. എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് നിൽക്കുകയും, അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്കിന്റെ ഇഷ്യൂ മൂലം. ഇനിയൊരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നുള്ള ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഒരുപാട് അമ്മയെ വൈകാരിക തലത്തിൽ മാറ്റരുത്, അമ്മയെ വിളിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ, അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകന്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണോ ശരി, അല്ലെ ഇതാണ് ശരിയെന്ന് അമ്മ ഓട്ടോമാറ്റിക്കായി ചിന്തിച്ചു പോവുക. അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ആ വേദന എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആ വേദനയോട് കടന്നു. ഞങ്ങൾ അവിടെ എല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പക്ഷെ അതിനിടയിലാണ് ഈ കളികൾ. മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അടുത്തതായിട്ട് ഇവർ പറയുന്നത് അർജുന്റെ അമ്മയുടെ വൈകാരികതയെ ഇവർ ചൂഷണം ചെയ്തു എന്നാണ്. അതായത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അമ്മയെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇനി അമ്മയെ വിളിക്കവും കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, അമ്മേനോട് വിളിച്ച് കാര്യങ്ങളൊന്നും പറയുകയോ ചോദിക്കോ വേണ്ട, ഞങ്ങളോട് സംസാരിച്ചാൽ മതി, അമ്മ സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അപ്പോൾ അങ്ങനെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരെ വിളിച്ചിട്ട് അമ്മയാണ് വിളിച്ച് സംസാരിക്കുന്നത് അതൊക്കെ ശരിയില്ലാത്ത കാര്യമാണെന്നാണ് പറയുന്നത്. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പെ വന്നത്, മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബെർജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടമായി. ആദ്യത്തെ 2 ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി, കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു SP പറഞ്ഞ നാരായണ സാറി പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുനും അഭിജിത്തിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അവിടുന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാർ ഇതേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവര് പറയുന്നൊരു കാര്യം, ഡ്രഡ്ജർ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന ശേഷം 2 ദിവസം അവിടെ മാൽപ്പയുടെയും മനാഫിനെയും കേന്ദ്രീകരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നാടകങ്ങൾ നടന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു വിവരം അനുസരിച്ചിട്ട് ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് ഇവരാണ് എന്നാണ് ഞാൻ ഇവരുടെ മാൽപ്പയുടെ കൂടെയുള്ള സംഘത്തിൽ ഒരാളുടെ കൂടെ സംസാരിച്ചായിരുന്നു. ഞാൻ സംസാരിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാൽപ്പയും മനാഫും ഇവർ പറഞ്ഞതിന്റെ പേരിലാണ് ഡ്രഡ്ജർ അവിടെ കൊണ്ടുവന്നത് എന്നാണ് എന്റെ ഒരു വിവരത്തിൽ ഞാൻ അറിഞ്ഞത്. അപ്പോ അങ്ങനെ കൊണ്ടുവന്ന ശേഷം ഇപ്പം ഡ്രഡ്ജർ കൊണ്ടുവന്നത് കൊണ്ടാണ് എന്തായാലും അർജുനെ കിട്ടിയിരിക്കുന്നത്. അത്രയും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നതും അതെ പ്രോപ്പറായിട്ട് നടന്നതും. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, എനിക്ക് ഇവിടെ എന്തെങ്കിലും ക്രെഡിറ്റ് ഇഷ്യൂവിന്റെ പ്രശ്നം ഇവർക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ എന്തായാലും ഇവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, മാൽപ്പയുടെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് മാൽപ്പയെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നൊരാളാണ്, മനാഫാണ് കൊണ്ടുവന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അല്ലാതെ മാൽപ്പ ഒരു പൈസ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് വന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഹിച്ചിട്ട് വന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഈ പറയുന്ന വ്യക്തി മനാഫയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം
എല്ലാ കാര്യവും അവിടുന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ നമ്മൾ സംസാരിക്കാൻ എന്താറോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പൊ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിതം നോക്കൂ. ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരിക തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ് ആണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. അപ്പൊ ഇവരെടുത്ത് പറയുന്ന ഒരു കാര്യം, മനാഫക്കയും മാൽപ്പയും തമ്മിൽ നടന്ന ഒരു നാടക പരമ്പരയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ വ്യക്തമായിട്ട് അവരുടെ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മനാഫ്. അപ്പൊ ആ ഒരു ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ആൾ കയറി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നത്. ഇതിന് വ്യക്തമായിട്ട് മനാഫിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഭാഗം നമ്മൾ കുറച്ച് കേട്ടു. ഇനി ഇവരുടെ ആ കുറച്ച് ആരോപണങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ ഇതിനുള്ള കുറച്ച് മറുപടി നമുക്ക് മനാഫിന്റെ കൂടി ഒന്ന് കേൾക്കാം. മുബീനെതിരെ അവർക്ക് പരാതിയുമില്ല. എന്റെ സ്വന്തം അനിയനാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടുനടന്ന എന്റെ അനിയനാ. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്കാർക്കും വലിയൊരു വയസ്സില്ല. അപ്പൊ അന്ന് മുതൽ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട്. എന്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചു എന്നുള്ളതല്ല, ഇതാരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാനിപ്പോ ആർക്ക് എന്തിന് സാമ്പത്തിക ഓഫർ ഒരാളും പിരിച്ചതായിട്ട് ഇന്റെ അറിയില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. അപ്പൊ ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇവര് എന്താ പറയാ ഒരുപാട് പൈസ മനാഫ് പിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവരൊന്നും അറിയാതെ മനാഫിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വേറെ തന്നെ അർജുന്റെ പേരിൽ വരുന്നുണ്ട്, അത് നമ്മളോട് ചോദിച്ചിട്ട് വേണ്ടേ വാങ്ങാൻ എന്നുള്ള രീതിയിൽ ഇവരൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പൊ അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ പണം പിരിച്ചായിരുന്നോ? അല്ലെങ്കിൽ പണം പിരിച്ചിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് ഈ കൃഷ്ണപ്രിയക്ക് പൈസ കൊണ്ട് കൊടുത്തു ഇവരുടെ പേരിൽ, അല്ലെങ്കിൽ അത് യൂട്യൂബ് ചാനൽ ഇട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ സംബന്ധിച്ചിട്ടാണ് ഇവർക്ക് ചോദിക്കുന്നത്. അപ്പൊ മനാഫ് പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നാണ് പറയുന്നത്. ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു അർജുൻ എന്നുള്ള പേര് ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റേർഡ് പേരാ. എന്റെ ലോറി അത് സാരില്ല, അർജുൻ തന്നെ പേര്. ഇതില് വ്യക്തമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അർജുന്റെ പേര് മനാഫിന്റെ ലോറിക്ക് ഇടരുത് എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ മനാഫ് പറയുന്നുണ്ട്, എന്തിനിടാണ്ടിരിക്കണം, ഇത് ടാറ്റ ബിർള എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള നിയമം വല്ലതുമാണോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്? എന്റെ ലോറിയിൽ ഞാൻ അർജുന് തന്നെ ഇടുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ മനാഫ് പറയുന്നുണ്ട്. ഇതിനുവേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പുറയെന്ന് പറയല്ല, ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇന്നത്തെ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരെ ഫോൺ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഞാൻ ഒരു ഇതൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ഫോൺ എടുക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അതിൽ കൃഷ്ണപ്രിയ അടക്കം എല്ലാവരും വിളിച്ചിട്ടും മനാഫ് ഫോൺ എടുത്തിട്ടില്ല എന്ന് ജിതിൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് കളവാണ്, ഞാൻ ഫോൺ എല്ലാവരും എനിക്ക് പറ്റുന്നത് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവര് ഉന്തിപ്പൊക്കി വലിയ കാര്യങ്ങളായിട്ട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കളികൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് നിങ്ങൾക്കെതിരെ? എന്തായിരിക്കും അതിന് കാരണം എന്നാണ് കരുതുന്നത്? അത്തരത്തിലൊരു ആരോപണമായി കുടുംബ രംഗത്ത് വരാനുള്ള കാരണം എന്താണ് നിങ്ങൾ കരുതുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിന്റെ ആവശ്യമില്ല എന്നാ ഈ വിഷയത്തില്. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ. എന്താ അങ്ങനെ പറയുന്നുള്ളത് ഒരു ഐഡിയ. ഇതില് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് മനാഫ്, അതായത് എനിക്ക് ഇങ്ങനെ ഫേമസ് ആയ ഫെയിം
അതായത് മെയിനായിട്ട് എനിക്ക് അവർക്ക് ഫെയിമിന്റെ ആവശ്യമില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല അവര് വന്നിരുന്ന് ഇതേപോലെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ടല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അതായത് അവര് ഫെയിമിന് വേണ്ടിയിട്ടാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്നാണ് പറയാതെ മനാഫ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് മനാഫ് പറയുന്നത്. അതായത് ഒരു ക്രെഡിറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. ഇപ്പൊ ഇതിൽ മനാഫ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ സെയിം കാര്യം തന്നെ. ഈ ഹമ്പിൾ ആയിട്ട് നിൽക്കണോ, അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല. അല്ല, അത് ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് ഓരോ നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ്. അത് പറയാം എനിക്കറിയണ കാര്യം പറയാം. നമ്മൾ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പൊ ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മളെ ആവശ്യമില്ലേ, നമ്മൾ താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റെതായ റെസ്പെക്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ. ഞാൻ പോയി. അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് മനാഫ് പറയുന്ന വേറൊരു കാര്യമാണ്, അതായത് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് മനാഫ് പോകുന്ന സമയത്ത് തന്നെ ജിതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാം, ജിതിൻ കൂടെ വരണം എന്ന് പറഞ്ഞ സമയത്ത് ജിതിൻ പറഞ്ഞൊരു ഉത്തരം ഇതാണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അവസ്ഥയൊന്നുമില്ല. ഞാൻ വിളിച്ചാല് ഫോൺ കോളിൽ മുഖ്യമന്ത്രി വിളി കേൾക്കും എന്നുള്ള രീതിയിൽ ജിതിൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഇനിയിപ്പോ എവിടേക്ക് വേണമെങ്കിലും അർജുന്റെ വിഷയത്തിൽ വല്ല അമേരിക്കയിൽ പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കറക്റ്റ് കാര്യമാണ് മനാഫ് പറഞ്ഞത്. ഇപ്പം വേണ്ടാത്തൊരു ഹൈപ്പ്, അല്ലെങ്കിൽ മനാഫ് കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ മനാഫ് നീ സൂക്ഷിച്ചോ, അടുത്ത ദിവസം തന്നെ നിനക്കെതിരെ ഇതേ മാധ്യമങ്ങൾ തന്നെ വന്നിരുന്നിട്ട് പറയുന്നത് അതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇന്റർവ്യൂസിലോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട, സൈലന്റ് ആയി ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് നല്ലവനായ ഉണ്ണിയായിട്ട് വാഴ്ത്തിപ്പാടും, പിറ്റേ ദിവസം അതേ ആളത്തിന് മാധ്യമങ്ങൾ എല്ലാവരും തിരിച്ചും പറയും. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കുറെ കമന്റ്സ്. അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അത് ശരിയാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അത് ആ ഒരു സംഭവം കഴിഞ്ഞ് മനാഫ് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് പോലുമില്ല, അതിനു മുൻപ് തന്നെ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് മനാഫിനെതിരായിട്ടുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനാഫ് പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കളവ് പറയുന്ന എന്നടക്കമാണ് കുടുംബാരോഗ്യം, കൂടുതലും കളവാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അറിയില്ല കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല എന്നുള്ള തരത്തിലൊക്കെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. ഇല്ല, ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അടക്കം ബാംഗ്ലൂർ പോയതേനും, പക്ഷെ ഇന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, എനിക്ക് കേസിന്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു, ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനും. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല. ഞാൻ ഇതിനൊന്നും അവിടുന്ന് ആവശ്യപ്പെട്ടു മനാഫിനെതിരെ പരാതി നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അവിടെ പെരുമാറുന്ന തരത്തിലുള്ള എന്താ അവിടെ ഉണ്ടായത്? അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെയല്ലേ ഇത് ഇവിടെ വരെ എത്തിയത്. ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു, ഇനിയും കൊടുത്തോട്ടെ. ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പഴയ കാര്യമായതുകൊണ്ട് പറയാണ്. നമുക്ക് നമ്മളെന്തിനും തയ്യാറാ. ഈ ആക്ഷേപങ്ങളോട് എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ആരോ തെറ്റിദ്ധരിപ്പിച്ച അത് നിസ്സാരം. നമ്മളെ ഫാമിലിയാണ്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിക്കുന്നു. സംസാരിച്ചു തരും. എനിക്ക് ആ സമയത്ത് അതൊരു 10 ദിവസം മുമ്പേ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നി. കാരണം എൻ്റെ കാര്യങ്ങൾ അതിലൂടെ പറയണം തോന്നി.
ഈശ്വർ മാൽപ്പയുടെ പ്രതികരണങ്ങളെയൊക്കെ കുടുംബം സംശയിച്ചിട്ടുണ്ട്. താങ്കൾ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല. ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേലായിക്കോട്ടെ, വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല. ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. മനാഫ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈശ്വർ മാൽപ്പി ആയാലും ഞങ്ങളുടെ കൂടെ വന്നവരാണെങ്കിലും ഒരാളെ പോലും ഞാൻ തള്ളി പറയില്ല. കാരണം എല്ലാവരും അവിടെ സഹായിച്ച ആൾക്കാരാണ് എന്നും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് ഞാൻ സത്യം പറഞ്ഞാല് മനാഫ് പറഞ്ഞത് ശരിക്കുള്ള കാര്യമല്ലേ. ഇപ്പൊ മനാഫ് ആണെങ്കിലും ഈശ്വർ മാൽപ്പി ആണെങ്കിലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുൻപിൽ നിന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്തൊരു എനിക്കങ്ങനെ ഫീൽ ചെയ്തത് അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഒട്ടും ഒരു ഇതില്ലാത്ത മാതിരി പെട്ടെന്ന് തന്നെ വന്ന ഒരു എന്താ പറയാ അർജുനെ ഒരു ദഹിപ്പിച്ചിട്ട് കുറച്ച് ദിവസം പോലും ആയില്ല. അതിനു മുൻപ് തന്നെ വന്ന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കണോ ഈ ഒരു സമയത്ത് എന്തായിരിക്കും നമ്മളെ കൊണ്ടിങ്ങനെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറ്റൂ എന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പറ്റുന്നു. കാരണം അത്ര ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കൃഷ്ണപ്രിയ അടക്കം എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ടാണ് അവരെ നോക്കിയേക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും മനാഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് ഇന്ത്യയിലുണ്ട്. ആരും അതായത് സ്വന്തം കുടുംബക്കാർ വരെ മക്കളെ പറ്റി പറയുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട്. ആരും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാണ്. ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇവര് പറയുന്ന അടുത്ത ആരോപണമാണ് ഈ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ഈ ഒരു അർജുനെ കിട്ടിയതിന് ശേഷം മനാഫ് വന്ന ശേഷം അവരുടെ ആൾക്കാർക്ക് സെൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ നടത്തിയ ശേഷമാണ് വന്നത് എന്ന് ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് വലിയ ഹോട്ടലിൽ പോയി ഫുഡും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്ത ശേഷം ആണ് വന്നേ എന്ന് അവരോട് പറഞ്ഞു വന്നു. അതിലെന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സെൻഡ് ഓഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ ഒരു ഇതിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും, ഒരു ചെറിയ ഇതിൽ പറഞ്ഞതായിരിക്കും. കാരണം അവിടെ അത്രയും 2 മാസത്തോളം കഷ്ടപ്പെട്ട ആൾക്കാർക്ക് മനാഫിന്റെ ചെലവിൽ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അതിലെവിടെയാണ് തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത് മാത്രമല്ല, അതിന് സെൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ചിലപ്പോ അതൊരു എന്താ പറയാ ഒരു ഉപമ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറഞ്ഞൊരു കാര്യമായിരിക്കാം. അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇത്രയും വലിയ വിഷയം ആക്കേണ്ട ഈ ഒരു സിറ്റുവേഷനിൽ അത് ഇത്രയും വിഷയം ആക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഇതിന്റെ പുറകിൽ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് 2 ഭാഗവും കേൾക്കണ സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറെ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു. ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വിടാണ്. 2.5 മാസത്തെ ഇതിന്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. ഇവരെല്ലാവരും കൂടി റൂമിൽ ഇരിക്കുന്ന സമയത്ത് കസിൻസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, അത്രയും എന്താ പറയാ മോശം രീതിയിൽ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്ന ഒരാളാണ് മനാഫ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും അത് ഇവർക്ക് ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ വേറൊരു ഉപമ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കാം. അപ്പൊ അതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളാക്കി എടുത്ത് അതൊക്കെ എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലാലോ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന് അതാ പറഞ്ഞേ, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ. അവര് പറഞ്ഞത് കറക്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ
ഉറപ്പുള്ളൂ. ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളുള്ള എവിഡൻസ് ഉണ്ട്. നമ്മൾ ഫുള്ള് ഇവര് പറയുന്നത് വ്യക്തമായിട്ട് മനാഫിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തു മനാഫി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, ഈ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം മനാഫിനൊരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാര്യം മനാഫിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ മനാഫ് പറഞ്ഞു, ആരുടെയും നന്ദിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞു എന്ന്. അപ്പോ സത്യം പറഞ്ഞാല് ഈ രണ്ട് ഭാഗവും കേൾക്കുന്ന സമയത്ത് ഒരു നന്ദി വാക്ക് പറഞ്ഞത് കൊണ്ട് മനാഫിനെ പറയാൻ വിട്ടതാണോ ഇല്ലയോ എന്നറിയില്ല. എനിക്കും ഈ ഒരു ചേച്ചി പറഞ്ഞതിൽ കുറച്ച് വിയോജിപ്പ് തോന്നിയായിരുന്നു. അത് എല്ലാവർക്കും തോന്നി. ഞാൻ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയ സമയത്ത് എല്ലാവരും മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ട് ചേച്ചിക്ക് ഒരു പേര് പറഞ്ഞത് കൊണ്ട് ഒന്നും നഷ്ടമാകാനില്ല. നമ്മുടെ അനിയൻ മരിച്ചു, അനിയന്റെ എന്താ പറയേണ്ടത് മൃതശരീരം കിട്ടി, അതല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നത്. അപ്പോ ജീവനോടെ കിട്ടിയില്ല, പക്ഷെ ബോഡിയെങ്കിലും കിട്ടി. അതിലുള്ളൊരു സങ്കടവും കാര്യങ്ങളും എന്താ പറയാ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അതിൽ സങ്കടമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് സഹായിച്ച ആൾക്കാർക്കോ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോ എന്താണ് ഇവിടെ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനി മനാഫ് പറഞ്ഞതുപോലെ മനാഫിന് എല്ലാവരും ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കൊടുത്തു വെച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. അപ്പൊ ഇതിൽ ഇവര് പറയുന്ന വേറൊരു കാര്യമാണ്, ഇവര് കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും മനാഫ് ഫോൺ എടുത്തിട്ടില്ല എന്ന്. കുറച്ചു നേരത്തെ നമ്മുടെ മനാഫിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞു വ്യക്തമായിട്ടും അവര് കള്ളത്തരമാണ് പറയുന്നത്. മനാഫിന്റെ ഉത്തരം അങ്ങനെയാണ്, അവര് കള്ളത്തരമാണ് പറയുന്നത്, ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ കൃഷ്ണപ്രിയ പറഞ്ഞ കുറച്ചു നേരത്തെ പോലും വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നാണ്. ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ വിളിച്ചു ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണ്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. ഇതിന് പുറകിൽ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ നടപടിക്ക് വേണ്ടിയിട്ടൊന്നല്ല, നിങ്ങൾ ആളുകൾ ഇതൊന്ന് സത്യം എന്താണ് മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താനോ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയക്ക് ഇതിന്റെ മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവരെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആരെയും അധിക്ഷേപിക്കാനോ ആർക്കെതിരെയുമല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യം, ഇത് ആൾക്കാർ അറിയണം ഇതിന് പിന്നിൽ എന്താണ് നടന്നത് എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പത്രസമ്മേളനം ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ വിളിച്ചത് ഇവർക്ക് നെഗറ്റീവ് രീതിയിൽ മാത്രമേ ബാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം അർജുനെ ദഹിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടും ഒരാഴ്ച പോലും ആയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്കും വന്നിട്ട് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുക, അല്ലെങ്കിൽ ഇവർക്കത് ലീഗലായിട്ട് മാത്രം കൊണ്ടുപോകാം. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ബൈറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇത് പത്രസമ്മേളനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണമെന്നും പറയണതും ഒക്കെ
എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം അവരുടെ വൈകാരികതയും അവസ്ഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഇവരെ അനുകൂലിച്ചിട്ടുള്ള ആൾക്കാർ കുറവാണ്. എല്ലാവരും പറയണത് മനാഫിനെ ഇതാക്കിയിട്ട് തന്നെയാണ്. ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടന്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലങ്ങളൊന്നും കണ്ണിനെ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്ക് വേണം ചോദിച്ചു നോക്കാം. പക്ഷെ ആ ഒരു എൻ്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇന്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കൃഷ്ണപ്രിയനെ അവരെല്ലാരും കൂടി ഒറ്റപ്പെടുത്തുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണപ്രിയക്കെതിരെ അല്ലെങ്കിൽ അവിടെയുള്ള ജിതിനും ജിതിന്റെ ഭാര്യക്കും എതിരെ ഈ അർജുന്റെ ഏച്ചിക്കും ഏട്ടനും എതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടുകാർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ്സ് വരുന്നു എന്നാണ്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്നില്ല. ഇവര് അതായത് ഒരു അനിയൻ മരിച്ചു നിൽക്കുന്ന സമയത്ത് ഇവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോ എന്താ പറയാ, ഒരു സ്നേഹക്കുറവ് എവിടെയോ ഉള്ളതുപോലെ അത് എന്താ പറയാ, ഒരു കമന്റ് ബോക്സിലാണെങ്കിലും ഞാൻ വായിക്കുന്ന സമയത്ത് ഇവർക്ക് ഇപ്പൊ ഞാൻ എന്താ പറയാ എല്ലാ കമന്റ്സ് വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, എവിടെയോ ഇവർക്കൊരു അർജുനോട് സ്നേഹക്കുറവുണ്ടോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ചോദിക്കണത്. കാരണം ഇത്രയും ദിവസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കണത്. നമുക്കറിയില്ല അവരുടെ മൈൻഡിൽ എന്താണെന്നും അവരെന്താണ് ചിന്തിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഇവര് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവര് എന്താണ് എങ്ങനെയാണ്, ഇതിന് പുറകിൽ എന്തൊക്കെ കളികളുണ്ട്, ഇനി മനാഫ് കുറ്റക്കാരനാണോ ഒന്നും അറിയില്ല. പക്ഷെ ഇത് മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് വേണമായിരുന്നോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ എന്താണ് അവരുടെ അവസ്ഥ നമുക്കറിയില്ല. ചിലപ്പം അവർക്ക് വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരിങ്ങൊരു പത്രസമ്മേളനം വിളിച്ചത്. ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 2ാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ ഇവിടെ എന്ത് ചെയ്യാണ്, കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തെരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കൊക്കെ എന്ത് സംഭവിച്ചാൽ ആരുത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർ. അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമാണ് മനാഫ്, നമുക്ക് ഓർമ്മയുണ്ടാവും ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് മനാഫ് അവിടെ പോയതും അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു ഡ്രൈവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരം വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ, ഒരു ഡ്രൈവർ അല്ലേ എന്ന് ചോദിച്ചതൊക്കെ വലിയ സീനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണുന്ന സമയത്ത്, ഇത് മൊത്തത്തിലൊന്ന് വീക്ഷിക്കുന്ന സമയത്ത്, അന്ന് മനാഫ് ഉണ്ടാക്കിയ ആ ഒരു ഓളവും പ്രശ്നവും കാരണമാണ് ഈ ഒരു ഇഷ്യൂ ഇത്രയും സോഷ്യൽ മീഡിയാസ് ഏറ്റെടുത്തതും ഇത്രയും ആളുകളിലേക്ക് എത്തിയതും ഇത് ഇങ്ങനെ കത്തിപ്പടർന്നതും എല്ലാവരിലേക്ക് എത്തി എല്ലാവരുടെയും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ വന്നതും എന്നാണ് എൻ്റെ ഒരു കാഴ്ചയിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാം കഴിഞ്ഞതിന് അവസാനം മനാഫിനെതിരെ പറയുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനാഫ് ഒരു തെറ്റുകാരനാണെന്നാണ് പറയുന്നത്. അതായത് ഈശ്വർ മാൽപ്പി ഒരു തെറ്റുകാരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ശരിക്കുള്ള കാര്യങ്ങൾ ഇവർ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇങ്ങനെ വരുന്ന സമയത്ത്, അതും മനാഫിനെതിരെ വരുന്ന സമയത്ത്, ഈശ്വർ മാൽപ്പയ്ക്കെതിരെ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഓടി വരണ ഒരു കാര്യം ഉണ്ടാവും. കാരണം ഇത്രയും കാര്യങ്ങളെടുത്ത് അർജുനെ കിട്ടിയ ശേഷം ഇതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല മനാഫിനോട്. ഓക്കെ, അത് അവരുടേതായ കാര്യങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഓക്കെ. അത് ശരിക്കും പറഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഈ ഇതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർക്ക് എതിരെ ഒരു കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനെ ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്ന ആൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, അവരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ആൾക്കാർ ഇത് ഏറ്റെടുക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കമന്റ് ബോക്സ് ഞാൻ പറഞ്ഞല്ലോ, കമന്റ് ബോക്സിലാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്നത് ഞാൻ കണ്ടത് ഒരു കാര്യമാണ്, ഇവർക്ക് എന്താണ് ഇത്രയും എന്താ പറയാ, സ്വന്തം അനിയനാണെങ്കിലും ഇങ്ങനെ മരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത്? നന്ദി പറഞ്ഞ് അവിടെ നിർത്തി. അവിടെ എല്ലാവരും അത് എന്താ പറയാ, ഇപ്പോഴും ആർക്കും സങ്കടം മായാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടുകാരെ തന്നെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയക്ക് മുൻപിൽ ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും അവർ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടറിയാം ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു. എന്തായാലും നമ്മുടെ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.
ഇവരുടെ ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ഇനി ചിലപ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് ഇതാകുന്നതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് പിന്നിൽ നമ്മളൊന്നും അറിയാത്ത എന്തെങ്കിലും വലിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കും. ഇനിയിപ്പോ ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്തു പോകാനാണ് ചാൻസ് കൂടുതൽ. ഈശ്വർ മാൽപ്പയുടെ ഒരു പ്രതികരണം കാര്യങ്ങളൊക്കെ വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോ നമുക്ക് കണ്ടറിയാം. ആദ്യം രഞ്ജിത്ത് ഇസ്രയേലിനെതിരെ ഇങ്ങനെ തന്നെ ആയിരുന്നു. രഞ്ജിത്ത് ഇസ്രയേൽ ആദ്യം വന്നതും പിന്നീട് രഞ്ജിത്ത് ഇസ്രയേൽ നെഗറ്റീവ് ആയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ ഒരു വിഷയത്തിൽ എന്തായാലും എനിക്ക് അറിഞ്ഞൂടെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. അർജുൻ എന്തായാലും നമ്മളെ വിട്ട് പോയി. അപ്പോ ആ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി ആ ഒരു എന്താ പറയാ വീണ്ടും അതിനോട് സത്യം പറഞ്ഞ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം.